ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാനൊരു ഹെൽത്തി ദോശയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി അരിയും ഉഴുന്നുകൊണ്ട് അരച്ച് ഇന്നലെ എടുത്ത് വെച്ചിട്ടുണ്ട്. കണ്ടല്ലേ, നല്ലൊരു ഇതായിട്ടെല്ലാം പൊളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. ഞാൻ സ്പെഷ്യലായിട്ട് ചേർക്കുന്ന മുരിങ്ങയിലയാണ്. മുരിങ്ങയിലയുടെ ഗുണം എല്ലാവർക്കും അറിയാവുന്നതാണ്. ധാരാളം വൈറ്റമിൻസും മിനറൽസും എല്ലാം അടങ്ങിയിട്ടുള്ളതാണ്. അത് പ്രഷറിനും ഷുഗറിനും എല്ലാം ഉപയോഗിക്കാവുന്നതാണ്. നമുക്കിന്നത് ചേർത്തൊരു ദോശയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് നിങ്ങൾക്ക് കൂടി പരിചയപ്പെടുത്തുകയാണ്. നമ്മൾ ഇരുമ്പ് ചട്ടിയിലാണ് ദോശ ഇടുന്നത്. നമുക്കതിന് വേണ്ടി നല്ലെണ്ണയാണ് തടവുന്നത്. ദോശ ഇടുമ്പോൾ എപ്പോഴും നല്ലെണ്ണ എടുക്കുന്നതാണ് ടേസ്റ്റ്. നമുക്ക് ദോശയ്ക്ക് നല്ല മയം വരണമെങ്കിൽ നമ്മൾ 1/3 അനുപാതത്തിലെടുക്കണം. മൂന്ന് ഗ്ലാസ് അരിക്ക് 1 ഗ്ലാസ് ഉഴുന്നെണ്ണ അനുപാതത്തിലെടുക്കുമ്പോൾ നല്ല മയമുള്ള ദോശ നമുക്ക് ഉണ്ടാക്കാൻ നോക്കും. അത് വളരെ നൈസായിട്ട് പരത്തിയെടുക്കുമ്പോൾ നമുക്ക് കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു സുഖം നമുക്ക് കിട്ടും. ഇരുമ്പേട്ടിയിലാകുമ്പോൾ അത് ആ ഇരുമ്പിൻ്റെ അംശം കൂടെ നമ്മുടെ ഉള്ളിൽ ചെല്ലും. ഈ തവയൊക്കെ എന്ന് പറഞ്ഞാൽ ആ കോട്ടിങ് നമ്മുടെ ശരീരത്തിൽ ചെല്ലുന്നത് കേടാണ്. പക്ഷേ എളുപ്പം നോക്കി എല്ലാവരും അത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. കഴിയുന്നതും ഇരുമ്പുകട്ടി മയമായി കഴിഞ്ഞാൽ അടിക്ക് പിടിക്കുകയോ ഒന്നും ചെയ്യത്തില്ല. നമ്മൾ ഉപയോഗം കഴിഞ്ഞിട്ട് ആ ചൂടോടെ തന്നെ ശകലം എണ്ണ പുരട്ടി വെച്ച് കഴിഞ്ഞാൽ തുരുമ്പ് പിടിക്കത്തതേ ഇല്ല. നമ്മുടെ ആരോഗ്യമല്ലേ എല്ലാത്തിനും പ്രധാനം. നമ്മൾ മാവെല്ലാം കോരി ഒഴിച്ച് അതിൻ്റെ പുറത്ത് നമ്മൾ കഴുകി വൃത്തിയാക്കിയെടുത്ത ഇലയാണ്. യാതൊരു പൊടിയില്ലാതെ അണുക്കളും പക്കികളും ഒന്നും ഇല്ലാത്ത ഇലയാണ് നുള്ളിപ്പറക്കിയെടുത്തതാണ്. ഇലയെടുക്കുമ്പോൾ എപ്പോഴും അത് ശ്രദ്ധിക്കണം എല്ലാവരും. ഒരു വശം മൂത്തിട്ടുണ്ട്, നമുക്കിതിന് മറിച്ചിടാം. മുരിങ്ങയില വീട്ടിലില്ലാത്തവർ നഴ്സറികളിൽ ചെന്നൊരു തൈ അത്യാവശ്യം നമ്മൾ ഗ്രോ ബാഗിലെങ്കിലും വെച്ച് പിടിപ്പിക്കുക. മുരിങ്ങയ്ക്ക കിട്ടിയില്ലെങ്കിലും ഇലയെടുത്ത് നമുക്കിതുപോലെ ഉപയോഗിക്കാം. നല്ല അടിപൊളി ദോശ നമുക്ക് റെഡി ആയിട്ടുണ്ട്. മുരിങ്ങയില എങ്ങനെ കഴിച്ചാലും അത് സ്വാദിഷ്ടമാണ്, ആരോഗ്യപരമായിട്ടുള്ള ഒരു ഇലയാണ്. ഇനി നമുക്ക് ബാക്കി ഇതുപോലെ ചുട്ടെടുക്കാം. ദോശ ചുടുമ്പോൾ നമ്മൾ എണ്ണയോ നെയ്യോ അധികം ഉപയോഗിക്കേണ്ട. കാരണം കൊളസ്ട്രോളും പ്രഷറും ഒക്കെ എണ്ണയിൽ നിന്നാണ് ഉണ്ടാവുന്നത്. അത് നമ്മൾ സൂക്ഷിക്കുക. ഇത് 2 രീതിയിലും നമുക്ക് മുരിങ്ങയില ഇടാം. ആദ്യം ഞാൻ ദോശ കോരി ഒഴിച്ചിട്ട് ചുട്ട്, ഇനി നമ്മൾ മുരിങ്ങയില ഇട്ടിട്ട് അതിലോട്ട് മാവ് കോരി ഒഴിക്കുക. അപ്പം നമുക്ക് ഈ ഒരു വശത്ത് നന്നായിട്ട് കിട്ടും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ മുരിങ്ങയില ദോശയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമുക്കതിൻ്റെ കൂടെ നമുക്ക് നല്ല തേങ്ങാ ചമ്മന്തിയാണ് അരച്ചിരിക്കുന്നത്. നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്ക് മാറ്റങ്ങൾ ഭക്ഷണത്തിലായാലും ആരോഗ്യപരമായിട്ടുള്ള മാറ്റങ്ങൾ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മുടെ തൊടിയിലൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് തന്നെ വെറൈറ്റി പലഹാരങ്ങൾ ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ സപ്പോർട്ട് തുടർന്നും പ്രതീക്ഷിക്കുന്നു. നമുക്ക് പ്ലെയിൻ ദോശയും ചൂടാം. അപ്പോൾ നമ്മുടെ മുരിങ്ങയില ദോശ, കോക്കനട്ട് ചമ്മന്തി എല്ലാം റെഡിയായിട്ടുണ്ട്. നെക്സ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ശുഭദിനം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ.